ഒരു ദിവസം രാവിലെ എൻ്റെ സ്വന്തം കടയുടെ ഷട്ടർ തുറക്കുവാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം കട നഷ്ടത്തിലായതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം എന്നെ പിടികൂടിയിരുന്ന ഒരു ദുശീലം എനിക്കുണ്ടായിരുന്നു. അതാണ് മദ്യപാനം. ഞാൻ വളരെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ നടത്തി വരികയായിരുന്ന ഈ ചെറിയ ടീ ഷോപ്പ് എൻ്റെ മദ്യപാനം മൂലം കസ്റ്റമേഴ്സ് എന്നിൽ നിന്നും അകലുകയും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ബിസിനസ് വളരെ കുറവാകുകയും അങ്ങനെ ഞാൻ ജീവിതം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സംഭവം നടന്നിട്ട് 7 വർഷങ്ങൾ പൂർണ്ണമാകുന്നു. മദ്യം ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന് ഞാൻ ഈ പറയുന്ന കഥ എൻ്റെ മാത്രം ഒരു ഒറ്റപ്പെട്ട കഥയല്ല. മദ്യപാനം മൂലം തകരുന്ന ആയിരം കുടുംബങ്ങളുടെ കഥയാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് സബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ഇടുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ താല്പര്യപ്പെടുന്നു. 7-8 വർഷങ്ങൾക്ക് മുമ്പ് അമിതമായ മദ്യപാനം മൂലം കുടുംബത്തിൽ ഭാര്യയും ഞാനും തമ്മിൽ കലഹിച്ച് ഭിന്നത്തിന്റെ വക്കിലെത്തി ഭിന്നിച്ച് ഞങ്ങൾ രണ്ടും രണ്ടായി കഴിയുക. ആ സമയത്താണ് എനിക്ക് ഉപജീവന മാർഗത്തിനായി ഞങ്ങളുടെ താബോർ എന്ന പ്രദേശത്ത് ഒരു ടീ ഷോപ്പ് നടത്തി ജനങ്ങളെല്ലാം നന്നായി സഹകരിച്ചു. അങ്ങനെ നന്നായി നടന്നു പോകുന്ന കാലം. ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടില് ഞാൻ ആ റൂമിൽ തന്നെയാണ്, ആ ചായക്കടയിൽ തന്നെയാണ് എൻ്റെ താമസവും മറ്റു കാര്യങ്ങളും എല്ലാം. ഞാൻ അവിടെ തന്നെയാണ്. ഈ സമയത്ത് നല്ല കച്ചവടം കിട്ടേണ്ട ഒരു ദിവസമുണ്ടായി. മലബാറിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തൽച്ചി മലയിലേക്ക് തീർത്ഥാടകരായിട്ട് അനേകായിരങ്ങൾ വാഹനങ്ങളിലും കാൽനടയായിട്ടും യാത്ര ചെയ്ത് ആ പ്രദേശത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഒരു കോർണറിലാണ് എൻ്റെ ടീ ഷോപ്പ് ഇരിക്കുന്നത്. നന്നായി കച്ചവടം കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സംവിധാനങ്ങളും പ്രതീക്ഷയോടെ കൈകാര്യം ചെയ്ത് പിറ്റേ ദിവസം പുതുഞാറാഴ്ച നല്ല കച്ചവടം ഉണ്ടാകുന്നതിന് വേണ്ടി ശനിയാഴ്ച രാത്രിയിൽ ദോശയ്ക്കുള്ള അരിമാവെല്ലാം അരച്ച് രാത്രിയിൽ തന്നെ ഒരു 3-4 കൂട്ടം ചെറുകടികളൊക്കെ ഉണ്ടാക്കി കൂൾ ഡ്രിങ്ക്സിന് ആവശ്യമായ പൈനാപ്പിള്, ഓറഞ്ച്, മുന്തിരി ഇതെല്ലാം ജ്യൂസ് അടിക്കാനുള്ള എല്ലാ സംവിധാനവും, അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ ആ മല കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും മറ്റു ഭക്ഷണം കഴിക്കാനുമായിട്ട് വരാനുള്ള സാധ്യത ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചു വെച്ചു. നന്നായി ഒരു 10-20,000 രൂപയുടെ കച്ചവടം കിട്ടേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഈ ക്രമീകരണങ്ങൾക്കെല്ലാം ശേഷം ഞാൻ ഒരു 11 മണിയോടുകൂടി ബാക്കിയുണ്ടായിരുന്ന മദ്യം എടുത്ത് കഴിച്ച് നിലവറും ഓവറായി മദ്യപിച്ച് പണിയുടെ തകർച്ചയും ക്ഷീണവും എല്ലാം ഉണ്ട്. എന്നാലും പിറ്റേ ദിവസത്തിന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെന്ന് ഉറപ്പുവരുത്തി അവശേഷിച്ചിരുന്ന മദ്യം കൂടി എടുത്ത് കഴിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങാൻ അവിടെ തന്നെ ആ കടയിൽ തന്നെ അവിടെ ഉറങ്ങാൻ കിടന്നു. വെളുപ്പിന് ഒരു 3 മണിയാവുമ്പോൾ മുതൽ ആൾക്കാര് കട്ടൻ കാപ്പി മുതൽ കച്ചവടം ആരംഭിക്കേണ്ടതാണ്. എന്തു വന്നാലും ഞാൻ ഈ മദ്യം കഴിച്ച് എല്ലാം ക്രമീകരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തില് ചില തട്ടുമുട്ടലും ചില ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് സ്വപ്നമാണ്, ബേബി എന്നൊക്കെ ആരാണ്ട് വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാലും കേട്ടതായിട്ട് നടിക്കാൻ പറ്റില്ല, സ്വപ്നത്തിൽ തോന്നിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ മദ്യത്തിന്റെ കെട്ടെല്ലാം വിട്ട് ഉറക്കം തെളിഞ്ഞ് ഞാൻ എണീറ്റപ്പോൾ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ സമയം 12 മണിയായി. ഈ 12 മണിയായപ്പോൾ 10:45 കുർബാനയും കഴിഞ്ഞ് 3 കുർബാനയുടെ ടൈമും കഴിഞ്ഞ് ആൾക്കാരെല്ലാം അവരവരുടെ
വീടുകളിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഇത്ര പെട്ടെന്ന് എണീറ്റ് വന്നെല്ലാം നോക്കുമ്പോൾ ദോശയ്ക്ക് അരച്ചു വെച്ചിരുന്ന മാവെല്ലാം കലത്തിൽ നിന്ന് പൊടിച്ചു പൊന്തി എല്ലാം താഴെ ചാടി കിടക്കുന്നു. വളരെ സങ്കടമായി. ഇത്തരം ഒരു അനുഭവം ആ ചായക്കട നടത്തുന്ന കാലഘട്ടത്തിൽ എനിക്കുണ്ടായി. തുറന്ന സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിൽക്കുക, മറ്റ് അന്നന്ന് കിട്ടുന്ന കൂലിവേലയ്ക്ക് പോവുക, ഇവയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ അവരവരുടേതായ കാര്യങ്ങൾ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരക്കാര് മദ്യം സ്ഥിരമായി ഉപയോഗിച്ച് തുടങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരിയേറെ ദുരിതങ്ങള്, കഷ്ടതകള്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച കഥയിലെ അനുഭവങ്ങൾ പോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ അത് ബാധിക്കാം, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ അത് ബാധിക്കാം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ ഒക്കെ അത് തകർത്ത് കളയുന്നു. ഈ വിധമായ കാര്യങ്ങള് എനിക്ക് സംഭവിച്ചിട്ടുള്ളതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സംഭവിച്ചു വരികയില്ല അല്ലേ? തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളും തന്നെ മദ്യത്തിന് അടിമയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നമ്മളെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും തന്നെ മറ്റു തൊഴിലാളികൾക്കൊന്നും ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വല്ലപ്പോഴും ഒരു സ്വല്പം അടിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മദ്യപാനം ശീലമാക്കിയവരെ ഒത്തിരി അസ്വസ്ഥതകൾ, ഒത്തിരി ഈ പ്രശ്നങ്ങൾ സ്ഥാപനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ കൂലിവേല ചെയ്യുന്ന മുതലാളിമാരോട്, ഞാനൊക്കെ കൂലിപ്പണിക്ക് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഈ കൂലിപ്പണിക്ക് പോകുന്ന സമയത്തൊക്കെ നല്ലപോലെ അടിക്കുമായിരുന്നു. ചില സമയങ്ങളിലൊക്കെ ഇഷ്ടപ്പെടാതെ വന്നു കഴിയുമ്പോൾ പണിയെടുക്കുന്ന ഉടമസ്ഥരോടൊക്കെ ഞാൻ നല്ല ചീത്തന്തരിയൊക്കെ പറഞ്ഞിട്ട് പണി വീട്ടേച്ചൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തേക്ക് ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജോലി നമ്മുടെ വരുമാന മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മദ്യപാനം നാം അറിഞ്ഞോ അറിയാതെയോ പലവിധമായി നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇത് മുന്നോട്ടുള്ള യാത്രയിലെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക്, നമ്മുടെ സാമ്പത്തികമായ ക്രമക്കേടുകളിൽ സാമ്പത്തിക പരാജയത്തിലേക്ക്, അങ്ങനെ ജീവിത നൈരാശ്യങ്ങളിലേക്ക്, ദുഃഖത്തിലേക്ക്, ദുരിതത്തിലേക്കൊക്കെ ഇത് കൊണ്ടു ചെന്നെത്തിക്കും. അതുകൊണ്ട് സ്വന്തമായി വരുമാനമില്ലാത്തവര്, പ്രത്യേകിച്ചും കൂലിപ്പണിക്കാരായിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് ഈ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരും തിരിച്ചു വരുവാനുള്ള തീക്ഷ്ണത, ആഗ്രഹം പ്രകടിപ്പിക്കുക. അതിന് തുടർച്ചയായി ഏദൻ ഫാം കാണുകയും ഈ വീഡിയോ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്താൽ പലപ്പോഴും ഞാൻ പങ്കുവെക്കുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു താങ്ങും തണലുമാകുന്ന പ്രത്യാശയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഏദൻ വീഡിയോ.